പൊയ്യ പൂപ്പത്തി ചക്ക സംസ്കരണ ഫാക്ടറിയിൽ ശമ്പള കുടിശ്ശികയ്ക്ക് പരിഹാരമായി. ഫാക്ടറിയിൽ താൽക്കാലിക ജീവനക്കാർക്ക് 2022 മാർച്ചിൽ നൽകേണ്ടിയിരുന്ന ശമ്പളമാണ് നൽകിയത്. സാമൂഹ്യ പ്രവർത്തകൻ ഷാൻഡി ജോസഫ് കൃഷിവകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ശമ്പള കുടിശ്ശിക വിതരണം ചെയ്തത്. 2022 ഏപ്രിൽ ഫാക്ടറി അടച്ചുപൂട്ടുന്ന സമയത്ത് മാനേജർ ഉൾപ്പെടെ 9 താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മാർച്ച് 31-നാണ് ഫാക്ടറി അടച്ചുപൂട്ടിയെന്ന് തൊഴിലാളികളെ കോർപ്പറേഷൻ അറിയിച്ചത്. ഫാക്ടറി അടച്ചുപൂട്ടി 2 വർഷം കഴിഞ്ഞിട്ടും തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക നൽകാത്തത് സംബന്ധിച്ച് ആദ്യം കരുതലും കൈത്താങ്ങും അദാലത്തിലൂടെ ഷാൻഡി ജോസഫ് പരാതി നൽകി. പിന്നീട് ജില്ലാ ലേബർ ഓഫീസിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി തൊഴിൽ വകുപ്പ് മന്ത്രിക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് ശമ്പള കുടിശ്ശിക നൽകാൻ ഉത്തരവായത്. മാനേജർക്ക് 20,000 രൂപയും മറ്റുള്ള 8 തൊഴിലാളികൾക്ക് 72,000 രൂപയുമാണ് നൽകിയത്. മീഡിയ ടൈം, മാള.